ആ തട്ടിപ്പിന്റെ ഉള്ളടക്കത്തിലേക്ക് പോകും മുമ്പ് സംസ്ഥാനത്താദ്യമായി ഭരണ തുടർച്ചയുണ്ടാകും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF-ന് അടിതെറ്റി. ആ വീഴ്ചയ്ക്ക് കാരണം സോളാർ വിവാദം ആയിരുന്നു. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച സോളാർ വിവാദം ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്കും കോട്ടം വരുത്തി. ടീം സോളാർ എന്ന കമ്പനി വഴി സോളാർ പാനൽ സ്ഥാപിച്ചു നൽകാമെന്ന് പറഞ്ഞ് വൻതോതിൽ പണം തട്ടി എന്നതായിരുന്നു ആ കേസ്. ആ തട്ടിപ്പിന്റെ കേന്ദ്ര ബിന്ദുക്കളായിരുന്നു ബിജു രാധാകൃഷ്ണനും സരിത നായരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ചിലരുടെ സഹായത്തോടെ തട്ടിപ്പ് നടത്തിയെന്നും ഫോൺ കോളുകൾ വഴി പല പ്രമുഖരെയും വലയിൽ വീഴ്ത്തിയെന്നും സരിത മൊഴി നൽകിയതോടെ രാഷ്ട്രീയ കേരളം കലുഷിതമായി. പല രാഷ്ട്രീയ നേതാക്കളും ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് സരിത പരാതി നൽകുകയും ചെയ്തതോടെ കേസ് പുതിയ തലത്തിലേക്കും എത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതികൾ ഉയർന്നു. ഒരു ഭരണകൂടത്തെ ഒന്നാകെ ഉലച്ച കേസിലെ പ്രധാന പ്രതിയായിരുന്നു ബിജു രാധാകൃഷ്ണൻ. 2013 ജൂൺ 17-നായിരുന്നു ബിജു രാധാകൃഷ്ണനെ കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. 2013 ഓഗസ്റ്റ് 28-ന് സരിതയെയും ബിജു രാധാകൃഷ്ണനെയും എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 2013 ഒക്ടോബർ 30-ന് സരിത നായരുടെയും ബിജു രാധാകൃഷ്ണന്റെയും ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ PA ടെനി ജോപ്പന് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘം കുറ്റപത്രവും നൽകി. അങ്ങനെ 2013 നവംബർ 26-ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബിജുവിന്റെ ഒരു തുറന്ന കത്തും എത്തുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സരിതയും മന്ത്രി ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധമെന്ന് ആ കത്തിൽ പരാമർശിക്കുകയും ചെയ്തു. അതോടെ രാഷ്ട്രീയ കേരളം ചേരി തിരിഞ്ഞുകൊണ്ടുള്ള പോരിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് നിയമപരമായ നടപടികൾ ഒരു ഭാഗത്ത് തുടരുക തന്നെയായിരുന്നു. അങ്ങനെയാണ് 2020 ഒക്ടോബർ 1-ന് സോളാർ കേസിൽ ബിജു രാധാകൃഷ്ണന് 6 വർഷത്തെ തടവും പിഴയും ശിക്ഷ വിധിച്ചത്. സോളാർ ഉപകരണങ്ങളുടെ വിതരണ അവകാശം വാങ്ങിക്കുവാൻ മുൻ മുഖ്യമന്ത്രിയുടെ വ്യാജ കത്ത് കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിലായിരുന്നു തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ആ സുപ്രധാന വിധി. 2012-ലെ കേസിൽ 1 വർഷം മുമ്പ് വിചാരണ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. കോടതിയിൽ ബിജു രാധാകൃഷ്ണൻ കുറ്റം സ്വമേധയാ സമ്മതിക്കുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് കേസിൽ 4 വർഷത്തിലധികം ജയിലിൽ കഴിഞ്ഞത് പരിഗണിച്ചുകൊണ്ട് ബിജു രാധാകൃഷ്ണന് കോടതി ഇളവും നൽകി. ഇത് മാത്രവുമല്ല ബിജു രാധാകൃഷ്ണന് നേരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. ബിജു രാധാകൃഷ്ണൻ തന്റെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന കേസിലും ശിക്ഷ അനുഭവിക്കാൻ വിധി വന്നിരുന്ന ആൾ ആണ്. 2006 ഫെബ്രുവരി 4-നായിരുന്നു കൊട്ടാരക്കരയിലെ ബിജുവിന്റെ വീട്ടിലെ കുളിമുറിയിൽ ഭാര്യ രശ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് ഈ കേസ് അന്വേഷിച്ചത്. സോളാർ തട്ടിപ്പ് കേസിൽ കൂട്ടാളിയായിരുന്ന സരിത നായരെ സ്വന്തമാക്കാൻ ഭാര്യ രശ്മിയെ ബിജു രാധാകൃഷ്ണൻ കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. രശ്മിക്ക് മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം വലിച്ചിഴച്ച് കുളിമുറിയിൽ എത്തിച്ച് ബിജു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ബിജുവിന് ജീവപര്യന്തം തടവും പിഴയും ബിജുവിന്റെ അമ്മ രാജമ്മാളിന് 3 വർഷത്തെ തടവുമായിരുന്നു വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. എന്നാൽ ഇരുവരെയും ഹൈക്കോടതി പിന്നീട് വെറുതെ വിട്ടു. ആ ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരായിരുന്നു ബിജു രാധാകൃഷ്ണൻ എന്നത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റുയർത്തിയ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണൻ പുതിയ തട്ടിപ്പുമായി ഇതാ രംഗത്തെത്തിയിരിക്കുന്നു. സന്നദ്ധ സംഘടനകൾക്ക് സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ബിജുവിന്റെ തട്ടിപ്പ്. ബിജു വർഗീസ് എന്ന പേരിലാണ് ഈ പുതിയ തട്ടിപ്പ്. ന്യൂസ് 18 ബിഗ് ഇൻവെസ്റ്റിഗേഷനിലേക്കാണ് ആദ്യം. UK-യിൽ നിന്നും മടങ്ങിയെത്തിയ ഉന്നതൻ, സഹോദരി ബാങ്ക് മാനേജർ, സഹോദരി ഭർത്താവ് ആദായനികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ.
ഈ വിലാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ ആരും തിരിച്ചറിഞ്ഞില്ല. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാനെന്ന പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളായ ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ സോളാർ കേസിലെ മുഖ്യപ്രതിയെവിടുന്ന അന്വേഷണമാണ് ഞങ്ങളെ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലെത്തിച്ചത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കലാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. വെറുമൊരു തട്ടിപ്പല്ല ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. രോഗികളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യതയാണ് മുതലെടുത്തത്. ബിജുവിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ പലരും വീണുപോയി എന്നതാണ് വാസ്തവം. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണനും മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നീ പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തുന്നത്. പേരിലെ മാറ്റം ഓഫീസിലുമുണ്ട്. ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളുമാണ്. ഭാര്യയെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ബിജുവിനായി സുപ്രീം കോടതിയിൽ വാദിച്ച് കുറ്റവിമുക്തനാക്കിയ കൊച്ചിയിലെ വനിതാ അഭിഭാഷകയുടെ പേരിലുള്ള ആഡംബരക്കാരാണ് ബിജു ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് 1000 കോടിയോളം ചെലവ് വരുന്ന ജൈവ കൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട CSR ഫണ്ടിനായാണ് ഞങ്ങൾ ട്രസ്റ്റ് ഭാരവാഹിയോടൊപ്പം ബിജുവിന്റെ ഓഫീസിലെത്തിയത്. ഏപ്രിൽ മാസത്തിനുള്ളിൽ 1500 കോടി രൂപ തരപ്പെടുത്തി നൽകാമെന്ന് ബിജുവിന്റെ ഉറപ്പ്. ലഭിക്കുന്ന പണത്തിന്റെ 60% തുക മാത്രം പദ്ധതിക്കായി ചെലവഴിച്ചാൽ മതിയാകും. ബാക്കി ട്രസ്റ്റിനും ഒരു വിഹിതം തനിക്കും. അന്നേരം ഞാൻ പറയുന്നത്, നിങ്ങൾ 1 കോടി രൂപ കിട്ടുന്നോ, 10 ലക്ഷം രൂപ നിങ്ങൾ മാറ്റിക്കോ, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിക്കോ, ബാക്കിയുള്ളത് ചെലവഴിച്ചാൽ മതി. നിങ്ങൾ ഒരു 60% ചെലവഴിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ മാറ്റിക്കോ, ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷെ അറിയാതെ പിന്നെ 60% കൂടെ മാറ്റരുത്. അത് മാത്രമേ പറയുന്നു. നിങ്ങൾ ബാക്കിയുള്ള മാറ്റിക്കോ, മാറ്റിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അമൃതാനന്ദമയി മഠം അടുത്തിടെ ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ആരംഭിച്ച ആശുപത്രിക്ക് പണം ലഭ്യമാക്കിയത് താനാണ്. കേരളത്തിനകത്തും രാജ്യത്തെ വിവിധയിടങ്ങളിലുമായി 10ലധികം മെഡിക്കൽ കോളേജുകൾ തന്റെ ഫണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 1500 കോടി രൂപ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ 1000 കോടി രൂപ ക്ലെയിം ചെയ്യാം. ഒരു ഹൗസിംഗ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് നമുക്ക് 1000 കോടി രൂപ കൊടുക്കാൻ പറ്റും. അന്നേരം അതിൽ നമുക്ക് കുറയും. കാരണം നമുക്കതിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 40%, 30% ആണെങ്കിൽ മെഡിക്കൽ കോളേജിൽ 50% ബ്രേക്കപ്പ് ചെയ്യാം. അന്നേരം 1500 കോടി രൂപയാണ് ഒരു പ്രൊജക്ട് കോസ്റ്റ്. സാധാരണ അമൃത ഫരീദാബാദ് ഞാൻ ചെയ്തു തീർത്തപ്പം ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് മാത്രം 4800 കോടി രൂപ വന്നു. പുതിയ അമൃതയുടെ എന്റെ പ്രൊജക്ട് ആണല്ലേ. 2800 ബെഡാണ് പ്രോജക്റ്റ്. കർണാടകത്തിൽ നിരവധി ഗ്രാമങ്ങളെയാണ് താൻ ദത്തെടുത്ത് വികസന പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3000 പശുക്കളെ വളർത്തുന്ന ഗോശാല നടത്തുന്നു. ലിറ്റർ 1-ന് 1500 രൂപ നിരക്കിൽ ഗോമൂത്രം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞതേ ഉള്ളൂ. മാഗഡി എന്ന് പറഞ്ഞൊരു വില്ലേജ് കർണാടക മൊത്തം അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾ 200 വീടാണ് സാങ്ഷൻ ചെയ്ത് ഫണ്ട് കൊടുത്തു. ഫണ്ട് ട്രാൻസ്ഫർ ആയി, വർക്ക് സ്റ്റാർട്ടായി. അന്നേരം അത് ഒന്ന് വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂർ, അത് ട്രൈബൽ വില്ലേജാണ്, അത് ഞങ്ങൾ ഏറ്റെടുത്തു. അതിൽ മേൽക്കാമനഹള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജ് കംപ്ലീറ്റ് ഏറ്റെടുത്തു. ആദിവാസി മേഖലയിലെ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യുന്നതും തന്റെ സ്ഥാപനമാണ്. ആദിവാസി മേഖലയിൽ നിന്നും IAS നേടിയ ശ്രീധന്യടക്കം നിരവധി പേർക്ക് ജോലി നേടാൻ സഹായിച്ചു. ഈ ഗ്രൂപ്പിൽപ്പെട്ട ശ്രീധന്യ സുരേഷ് ഒക്കെ IAS ഞങ്ങളുടെ സ്റ്റുഡൻസാണ്, ഗോത്രകിരണത്തിന്റെ സ്റ്റുഡൻസാണ്. ശ്രീധന്യ സുരേഷ് IAS ഇവരൊക്കെ ഞങ്ങളുടെ പഠനം ഞങ്ങളുടെ പൈസ കൊണ്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. അത് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വാർത്തയായി മാറിയതല്ലേ. ഭയങ്കര വാർത്തയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാണ്. കേരള ഗവൺമെന്റ് പദ്ധതിയായിരുന്നു ഗോത്രകിരണം. പക്ഷെ ഗവൺമെന്റിന് ഫണ്ടില്ല. അത് നടപ്പാക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും വിമുക്തിയെ അവലയിപ്പിച്ചു, സോഷ്യൽ. പക്ഷെ ഇവരുടെ ഫണ്ട് കൊടുക്കാനായിട്ട് ആളില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ NHF ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും. കേന്ദ്ര സർക്കാരും BJP നേതാക്കളുമായും അടുത്ത ബന്ധമാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മതിപ്പില്ല. BJPയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. യോഗി ആദിത്യനാഥിന്റെ എല്ലാ പ്രോജക്റ്റും ചെയ്യുന്ന നമ്മളാണ്.
ഉത്തർപ്രദേശിലെ എല്ലാ പ്രൊജക്റ്റും നമ്മളാണ്. ട്രൈബൽ സെഗ്മെന്റ് കംപ്ലീറ്റ് നമ്മളാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധം. കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ടേക്ക് കൊടുക്കണം എന്നല്ലാതെ ഇങ്ങോട്ടേക്കൊന്നുമില്ല. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ലാഭമുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ 1500 കോടി രൂപ മിനിമം വേണം തുടങ്ങണമെങ്കിൽ. അതായത് ഒരു ബെഡിന് 3 കോടി രൂപ എന്നുള്ളതാണ് കാൽക്കുലേഷൻ വരിക. അതായത് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ 500 ബെഡ് മിനിമം ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം. 25 ഏക്കർ സ്ഥലം വേണം. അന്നേരം ഈ ഒരു ഫിഗറിൽ 1500 കോടി രൂപ വേണമെങ്കിൽ നമ്മൾ ഫോറിനിൽ നിന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് 3000 കോടി രൂപയാണ്. അതിൽ 1500 കോടി രൂപ ഭരിക്കുന്ന കക്ഷിക്ക് പോകും, ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ്. ബാക്കിയുള്ള 1500 കോടി രൂപ മെഡിക്കൽ കോളേജ് ചെയ്യും. ലാഭമില്ലാതെ ആരെങ്കിലും ബിസിനസ് എന്ന് പറയേണ്ട കാര്യമില്ല. കൊല്ലം സ്വദേശിയായ ബിജു ആലപ്പുഴക്കാരനെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. സോളാർ കേസിലും ഭാര്യയെ കൊന്ന കുറ്റത്തിനുമായി വർഷങ്ങളോളം ജയിലിലായിരുന്ന കുറ്റവാളി അവകാശപ്പെടുന്നത് താൻ 15 വർഷത്തെ UK ജീവിതം അവസാനിപ്പിച്ച് അടുത്തിടെയാണ് കേരളത്തിലേക്ക് മടങ്ങിയതെന്നാണ്. സഹോദരി ആലപ്പുഴ മുല്ലയ്ക്കൽ SBIയിലെ മാനേജരും സഹോദരി ഭർത്താവ് ആദായ നികുതി വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനുമാണ്. ഇപ്പം ഞാൻ UK-യിൽ 15 വർഷം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിടന്ന് കളിച്ചത് കൊണ്ട് ഞാൻ NHF-ൽ തന്നെ UK-യിൽ CEO ആയിരുന്നു, മാഞ്ചസ്റ്റർ CEO ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ സൗത്ത് CEO ആണ് ഞാൻ. ഇതിന്റെ 4 സ്റ്റേറ്റിന്റെ ചാർജുണ്ട്. കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരളം. 4 ഞാനാണ് ഡീൽ ചെയ്യുന്നത്. എന്റെ പേരുകളും ആലപ്പുഴയാണ്. കാരണം ചേച്ചിയൊക്കെ ആലപ്പുഴ, എന്റെ പെങ്ങളൊക്കെ ആലപ്പുഴ, മുല്ലയ്ക്കല്ല. ഇപ്പൊ അളിയന്റെ കാര്യമാണെങ്കിൽ എഫൊക്കെ കറങ്ങിയാലും പുള്ളി കമ്മീഷനാണ്, ഇൻകം ടാക്സിന്റെ കമ്മീഷണറാണ്. ഇപ്പൊ ആലപ്പുഴ, ഇപ്പൊ കൊച്ചിയിലേക്ക് വരിക കമ്മീഷണറാണ്. CIT ആണ്, കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് ആണ്. പേര് ശ്രീകുമാർ. എന്റെ ബ്രദറിലോ വന്നിട്ട് അങ്ങനെ ആലപ്പുഴ ഉണ്ടായി. പിന്നെ എന്റെ സിസ്റ്റർ അവിടെ SBIയിലായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. അവിടെ മുല്ലയ്ക്കൽ ബ്രാഞ്ചിൽ തന്നെയായിരുന്നു. ഇപ്പൊ സീനിയർ മാനേജറാണ്. അന്നേരം ഈ ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി സംഘടനകളാണ് സ്ഥാപനത്തിലെത്തുന്നത്. പ്രോജക്റ്റ് തയ്യാറാക്കൽ എന്ന പേരിൽ 2.5 ലക്ഷം രൂപ ആദ്യം കൈവശപ്പെടുത്തും. ലഭിക്കാൻ പോകുന്ന CSR ഫണ്ടിന്റെ കമ്മീഷൻ എന്ന പേരിൽ പലപ്പോഴായി ലക്ഷങ്ങൾ സ്വന്തമാക്കിയാണ് ഇയാളുടെ പ്രവർത്തന രീതി. കർണാടകയിലെ മാഗടി വില്ലേജും മറ്റേ സുമംഗലി സേവാ ആശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ 1975-ൽ സ്ഥാപിതമായ NGO ആണ്. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറില്ല. കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കർണാടകയിലെ ഏറ്റവും വലിയ NGOs-ൽ ഒന്നാണ് സുമംഗലി സേവാസ്. അമ്മ തന്നെ മാതാജി എന്ന് ഒരു മാതാജി, KG സുശീല അമ്മ എന്ന് പറഞ്ഞ മാതാജിയാണ് എൻ്റെ ട്രസ്റ്റി. ദീമാപൂർ നമ്മളിപ്പോൾ പുതിയ പ്രൊജക്ട് അതിൻ്റെ ആളെ വിളിച്ചു, ഒരു മിനിസ്റ്റർക്ക് വേണ്ടിയാണ്. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇപ്പൊ തന്നെ February 3-ന് അവസാനിക്കുന്ന ഒരു ഫണ്ടിങ് സ്കീമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ തൊഴിൽ തന്നെ ചെയ്യാം. ജർമ്മൻ എംബസിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് ഒരു DAP പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സ്മോൾ ഫണ്ട്സ് അല്ലേ? അത്ര, അതായത് മാസം 5 ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്കും 2 വർഷത്തേക്ക്. 5 ലക്ഷം വെച്ച്. നേരത്തെ ജർമ്മൻ എംബസിയൊക്കെ 2 lakhs മാത്രം കൊടുക്കുള്ളൂ. 5 lakhs ആയി. 5 lakhs വെച്ച് ഓരോ മാസം കൊടുക്കും. അത് DAP ആണ്. ഞങ്ങൾക്ക് കുറെ വർഷം മുന്നേ നെതർലാൻഡ് എംബസിയിൽ ഒരു ചെറിയ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? അല്ല, അത് കുറച്ച് കുഴപ്പമില്ലായിരുന്നു. ഒരിക്കൽ 8 ലക്ഷം കിട്ടി, പിന്നെ 13 ലക്ഷം കിട്ടി. ആണോ? ബെനിഫിറ്റിയിൽ നിങ്ങളുണ്ടോ? ഇല്ല, ബെനിഫിറ്റിയില്ല. ബെനിഫിറ്റിയിലൊക്കെ നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യാം. ബെനിഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാസം ആഴ്ച ഫണ്ട് കയറും. 2 ലക്ഷം 3 ലക്ഷം വെച്ച് കേൾക്കേണ്ടിയിരിക്കും. അതൊക്കെ ഞങ്ങളുടെ ഓർഗനൈസേഷനാണ് ബെനിഫിറ്റ്. തൃശൂർ ജില്ലയിലെ പ്രശസ്തരായ ഒരു വൈദികന് 1 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. വൃക്ക രോഗികൾക്കായുള്ള വൻകിട ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിക്കാമെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പദ്ധതിക്കായി സമീപിച്ചാൽ പല തവണകളിലായി കറൻസി നോട്ടുകളായാണ് പണം കൈപ്പറ്റുന്നത്. പണം വാങ്ങിയതിന് രസീതോ രേഖയോ നൽകാറുമില്ല. രേഖകളില്ലാതെ പണം കൈമാറിയതിനാൽ രേഖാമൂലം പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ബിജുവുമായി ഇടപാട് നടത്തിയ സംഘടനകൾ. കോടികളുടെ CSR ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ പണം നൽകിയവരും തട്ടിപ്പിനിരയായവരിൽ ഉണ്ട്. തട്ടിപ്പ് പുറത്തറിഞ്ഞാൽ സംഘടനയുടെ മുഖം നഷ്ടമാവുകയും ലഭിച്ചുവരുന്ന സഹായങ്ങൾ നിലയ്ക്കുമെന്ന ഭയത്താൽ തട്ടിപ്പിനിരയായത് പുറത്തു പറയാൻ മടിക്കുന്നവരും പണം നഷ്ടമായവരിൽ ഉണ്ട്.
തട്ടിപ്പായവർ നിയമത്തിന് മുന്നിൽ വരാൻ ഭയക്കുകയാണ്. നൽകിയ പണത്തിന് രേഖകളില്ല. പരാതി പുറത്തു നൽകിയാൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പേരുദോഷം വേറെ. ഈ നിശബ്ദതയാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാകുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, News 18. 2013 മുതൽ ഏതാണ്ട് 9 വർഷക്കാലം രാഷ്ട്രീയ കേരളം മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു സോളാർ വിവാദം എന്നത്. ആ സോളാർ വിവാദത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായിട്ടുള്ള ബിജു രാധാകൃഷ്ണനെ ടെലിവിഷൻ ചാനലുകളിലൂടെ പത്രങ്ങളിലൂടെയൊക്കെ നിരന്തരമായ ആളുകൾ കണ്ടുകൊണ്ടേ ഇരുന്നതാണ്. ആ ബിജു രാധാകൃഷ്ണനാണ് രൂപം മാറി ഭാവം മാറി ഇത്തരത്തിൽ കോടികളുടെ തട്ടിപ്പുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിനോടകം തന്നെ ആ ചതിക്കുഴിയിൽ നിരവധി ആളുകൾ വീണു കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന വിവരം. ഇപ്പോൾ ഇതാ ഇനിയും ഇതിന്റെ തുടർച്ചയായി വിവരങ്ങളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത MS അനീഷ് കുമാറിലേക്ക് എത്തുന്നു. അനീഷ്, വലിയ തട്ടിപ്പ് നടത്തുന്നു ബിജു രാധാകൃഷ്ണൻ. അതുമാത്രവുമല്ല, ബിജുവിൻ്റെ ശരീരഭാഷയിൽ അടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ പഴയ ബിജു രാധാകൃഷ്ണൻ തന്നെയാണോ ഇത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റം വന്നിരിക്കുന്നു. എന്താണ് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ? നമുക്കറിയാമല്ലോ, 2 പ്രധാനപ്പെട്ട കേസുകൾ. ഒന്ന് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസ്, മറ്റൊന്ന് ആദ്യ ഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ്. ആ സമയത്തടക്കം ജയിൽവാസം, ശിക്ഷ, കോടതി നടപടികൾ, ഇങ്ങനെയൊക്കെയായിരുന്ന ബിജു രാധാകൃഷ്ണൻ നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്, ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് പ്രസ്ഥാനം രൂപപ്പെടുത്തിയെടുക്കാൻ ബിജുവിന് സാധിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അനീഷ്, തീർച്ചയായും അതുതന്നെയാണ് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യവും. കാരണം ചുരുങ്ങിയ കാലം കൊണ്ടാണ് കൊച്ചിയിൽ അയാൾ തൻ്റെ ഒരു ഓഫീസ് തുടങ്ങുകയും അവിടെ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് ഇത്ര വിപുലമായൊരു തട്ടിപ്പിലേക്ക് നീക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ മുമ്പ് കേട്ട ബിജുവിൻ്റെ വാക്കുകൾ തന്നെയുണ്ട് അദ്ദേഹം നടത്തുന്ന തട്ടിപ്പിൻ്റെ ഒരു ആഴം. ബിജു രാധാകൃഷ്ണൻ നേരത്തെ സോളാർ കാലത്ത് ഡോക്ടർ RB നായർ എന്ന പേരിലാണ് ഈ ഇടപാടുകാരിലേക്ക് എത്തുകയും സോളാർ ഘടിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി പണം കൈപ്പറ്റുകയും സോളാർ ഏജൻസി നൽകാം, ഈ സോളാർ സാമഗ്രികൾ വിതരണം ചെയ്യാനുള്ള ഏജൻസി നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി ഒരു ആധുനികമായ ഒരു തട്ടിപ്പ് രീതിയാണ്. മറ്റുള്ളവർ കാര്യമായി പയറ്റിത്തെളിയാത്ത ഒരു തട്ടിപ്പ് രീതിയിലേക്കാണ് ബിജു ജോർജ് കല്ലിലും തടത്തിൽ എന്നാണ് പുതിയ അയാളുടെ പേര്. അയാൾ മതം മാറിയ രീതിയിലാണ് ഓഫീസിലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് അയാൾ ആളുകളിലേക്ക് എത്തുന്നത്. ഒരിക്കലും ബിജു രാധാകൃഷ്ണൻ എന്ന പേര് ആവർത്തിക്കാത്തതുകൊണ്ട് തന്നെ മുന്നിലേക്ക് വരുന്ന ഇടപാടുകാർക്ക് ബിജുവിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഒപ്പം നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഭാവരൂപഭാതികളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം മുടിയുടെ സ്റ്റൈൽ മാറിയിരിക്കുന്നു, മുഖത്തിൻ്റെ ഒരു നിറം കൂട്ടിയിരിക്കുന്നു. ഒപ്പം മറ്റു ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പലപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മുൻപിൽ ചെല്ലുന്ന ആളുകൾ, ഒരുപക്ഷെ നമ്മൾ പോലും ആദ്യം മുന്നിലേക്ക് എത്തിയപ്പോൾ ബിജു രാധാകൃഷ്ണനാണോ മുന്നിലുള്ളത് എന്നതിനെക്കുറിച്ചൊരു സംശയം വരുന്ന രീതിയിലാണ്. പക്ഷേ പിന്നീടാണ് ഇയാളുടെ സംസാരവും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രമേൽ ഒരു വലിയ മാറ്റമാണ് ഇയാളുടെ രൂപത്തിലുള്ളത്. പക്ഷേ കൈവശമിരിക്കുന്ന തട്ടിപ്പിന് ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് അയാളുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിന് ഈ ഗോത്ര മേഖലകളിൽ ചിലവഴിക്കാൻ പണമില്ലാത്തതുകൊണ്ട് തന്നെ ഗോത്രവർഗ മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് താനാണെന്ന് ഒരു സങ്കോചവുമില്ലാതെ പറയുന്ന സാഹചര്യം. IAS നേടിയ ആളുകളെ പോലും പരിശീലിപ്പിച്ച് പുറത്തേക്ക് വിട്ടത് താനാണ്. കേരള പോലീസിൽ ജോലി നേടിയ ആൾക്കാർ, PSCയിൽ ജോലി നേടിയ ആൾക്കാർ എന്നിവരെയൊക്കെ താൻ പരിശീലിപ്പിച്ചു വിട്ടിരിക്കുന്നു. അഭിമാനപൂർവ്വം പറയുന്നു. നമുക്കറിയാം, സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നാണ് അമൃത ആശുപത്രി. അമൃതാനന്ദമയി ഗ്രൂപ്പിനെ കുറിച്ചും നമുക്കറിയാം. അത്തരമൊരു ആശുപത്രി കിട്ടുന്നതിനുള്ള ഫണ്ട് തരപ്പെടുത്തി കൊടുത്തത് താനാണെന്ന് ഇപ്പോഴും അയാൾ പറയുന്നു. 3000 കോടി രൂപ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ 1500 കോടി രൂപ കേന്ദ്ര സർക്കാരിന് താൻ നൽകുന്നു. അതിൻ്റെ ശേഷം ലഭിക്കുന്ന 1500 കോടി രൂപയിൽ ബാക്കി തുകയിൽ 60% മാത്രം വിനിയോഗിച്ചാൽ മതി എന്നുള്ള വാഗ്ദാനം ചെയ്യുന്നു. എന്ത് തട്ടിപ്പ് വേണമെങ്കിലും കാണിച്ചുള്ളൂ, താനുണ്ട്, തനിക്ക് രക്ഷിക്കാനറിയാം, പക്ഷേ തട്ടിപ്പ് കാണിച്ചാൽ തന്നോട് പറയണമെന്ന് സങ്കോചമില്ലാതെ പറയുന്ന ബിജു രാധാകൃഷ്ണൻ BJP സർക്കാരുമായി, BJP നേതാക്കളുമായി അടുത്ത ബന്ധമാണ് തനിക്കുള്ളതെന്ന് ബിജു പറയുന്നു. യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലെ മുഴുവൻ പ്രോജക്റ്റുകളും ചെയ്യുന്നത് താനാണെന്ന് പറയുന്നു. ഒപ്പം
കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജയിൽവാസവും കേസുമൊക്കെയായി നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറഞ്ഞു നിന്നയാൾ, അല്ലെങ്കിൽ ജയിൽ മാറി മറ്റൊരു ജയിലിലേക്ക് നിരന്തരം യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ പറയുന്നത് താൻ മാഞ്ചസ്റ്ററിലായിരുന്നു, UK-യിലായിരുന്നു കഴിഞ്ഞ 15 വർഷം ചെലവഴിച്ചത്. അവിടെ നിന്നും അടുത്തിടെയാണ് കേരളത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു. കൊല്ലംകാരനായ ആൾ പറയുന്നു തൻ്റെ സഹോദരി ആലപ്പുഴ മുല്ലക്കൽ SP ബ്രാഞ്ചിലെ മാനേജരാണ്, സീനിയർ മാനേജരാണ്. തൻ്റെ സഹോദരിയുടെ ഭർത്താവ് കൊച്ചിയിലെ ആദായ നികുതിയിലെ ഒരു കമ്മീഷണർ എന്ന ഉന്നത തസ്തികയിലിരിക്കുന്ന ആളാണെന്ന് പറയുന്നു. അങ്ങനെ മുന്നിൽ ചെല്ലുന്ന ആളെ തൻ്റെ ഉന്നത ബന്ധങ്ങളും താൻ ചെയ്ത പദ്ധതികളുമൊക്കെ കാട്ടി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി വീഴ്ത്തുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു. നമുക്കറിയാം സോളാർ കാലത്തും ഇതേ രീതിയിലെ തന്നെയുള്ള വാഗ്ധോരണിയാണ് ബിജു രാധാകൃഷ്ണൻ ഉപയോഗിച്ചത്. മുന്നിൽ ചെല്ലുന്ന ആളുകൾ ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ തങ്ങളേത് വലയത്തിലാണ് വീണത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം ബുദ്ധിമുട്ടിയ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും അതേ രീതിയിലുള്ളൊരു തട്ടിപ്പ് തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. കൂടുതൽ ഇരയാവുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുമൊക്കെയുള്ള ആളുകളാണ്. കേരളത്തിൽ നിന്നുള്ള ആളുകളും ഈ തട്ടിപ്പിൽ വീഴുന്നതിന് യാതൊരു ക്ഷാമവുമില്ല. വൈദികരടക്കമുള്ള ആളുകൾ ബിജുവിൻ്റെ തട്ടിപ്പിന് വിധേയരായി ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നെന്നാണ് നമുക്ക് ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. എന്തായാലും നമ്മൾ 1-2 ദിനം മാത്രം നീണ്ട അന്വേഷണമല്ല, ഏതാണ്ട് ഒരു മാസത്തോളം ബിജു രാധാകൃഷ്ണൻ്റെ പിന്നാലെയായിരുന്നു. ബിജു രാധാകൃഷ്ണൻ്റെ ഓഫീസിൽ കടന്നു കയറാനുള്ള ശ്രമങ്ങൾ പലവട്ടം നടത്തി. ബിജു തട്ടിപ്പിനിരയാക്കിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി. എന്തായാലും ഇത്തരത്തിലുള്ള സമഗ്ര വിവരങ്ങൾ ലഭിച്ച ശേഷമാണ്, അല്ലെങ്കിൽ ബിജുവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലഭിച്ച ശേഷമാണ് നമ്മൾ ഈ അന്വേഷണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും പറഞ്ഞ 99% കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒപ്പം തൻ്റെ പേര് പോലും മാറ്റി ബിജു ജോർജ് എന്ന, ബിജു വർഗീസ് എന്ന, ബിജു പൗലോസ് എന്നൊക്കെയുള്ള പുതിയ പേരുകളിലാണ് ഈ ആൾമാറാട്ടം അല്ലെങ്കിൽ ഈ തട്ടിപ്പ് ബിജു രാധാകൃഷ്ണൻ നടത്തുന്നത്. അഭിലാഷ്. യെസ്, അതാണ് ഞെട്ടിക്കുന്ന തട്ടിപ്പിന്റെ വിവരങ്ങൾ തന്നെയാണ് ന്യൂസ് 18 പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ബിജു രാധാകൃഷ്ണൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ? എങ്ങനെയാണ് ബിജു രാധാകൃഷ്ണന്റെ ഈ സാമ്രാജ്യം ഇത്രമേൽ വലുതായി കെട്ടിപ്പടുക്കാൻ വളരെ പെട്ടെന്ന് സാധിച്ചത് എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ വളരെ പെട്ടെന്ന് തിരികെ എത്താം.